കേരളത്തിൽ അത്രയും ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. സിക്കന്ദർ എമ്പുരാന് വേണ്ടി അത് മാറിക്കൊടുത്തിരിക്കുകയാണ്, വഴി മാറിക്കൊടുത്തേക്കാണ്. എല്ലായിടത്തും എല്ലാവർക്കും ഇപ്പം ചർച്ചാ വിഷയം നമ്മുടെ എവിടെ നോക്കിയാലും എമ്പുരാൻ. ഫേസ്ബുക്കിൽ നോക്കിയാൽ എമ്പുരാൻ, യൂട്യൂബിൽ നോക്കിയാൽ എമ്പുരാൻ, വേണ്ട വാട്സപ്പിൽ നോക്കിയാൽ എമ്പുരാൻ, ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ എമ്പുരാൻ. എല്ലായിടത്തും എമ്പുരാൻ മയമാണ് ഇപ്പം. പൃഥ്വിരാജും മോഹൻലാലും എല്ലാം തകർത്ത് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതും കൂടുതലായിട്ട് കൊടുക്കുന്നത് അന്യഭാഷാ സ്ഥലങ്ങളിൽ പോയിട്ടാണ് അവര് ഇന്റർവ്യൂ കൊടുക്കുന്നത്. കൂടുതലും അവിടെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി കേരളത്തിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കി നിൽക്കുവാണ്. അതുകൊണ്ട് കേരളത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക്. ഇപ്പൊ തന്നെ തിയേറ്ററുകളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, തിയേറ്ററുകളെല്ലാം ഫുള്ളാണ്, എല്ലാം ഹൗസ്ഫുള്ള്. ഫസ്റ്റ് ഷോ ഫുള്ള് ഹൗസ്ഫുള്ള്. അപ്പം അവർക്ക് കേരളത്തിൽ അത്രയും ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ ഇന്റർവ്യൂ തമിഴ്നാട്ടിൽ കൊടുത്തേക്കുന്ന ഇന്റർവ്യൂകൾ കാണുന്നുണ്ട്. കുറെ കന്നഡയിൽ കൊടുത്തിട്ടുണ്ട്, ഹിന്ദിയിൽ കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എമ്പുരാൻ ഇപ്പൊ അടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പം വന്നൊരു ന്യൂസ് പ്രകാരം സൽമാൻ ഖാന്റെ പുതിയ പടമായ ഈ എമ്പുരാന്റെ അതേ സമയത്ത് റിലീസ് ചെയ്യുന്ന സിക്കന്ദർ എമ്പുരാന് വേണ്ടി അത് മാറിക്കൊടുത്തിരിക്കുകയാണ്, വഴി മാറിക്കൊടുത്തേക്കാണ്. എന്താണേലും എല്ലായിടത്തും എല്ലാവർക്കും ഇപ്പം ചർച്ചാ വിഷയം നമ്മുടെ എമ്പുരാനാണ്. ഈ മാർച്ച് 27 എമ്പുരാൻ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് റിവ്യൂ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് വഴി ഞാൻ എല്ലാവർക്കും കാണിച്ചു തരുന്നതായിരിക്കും. കറക്റ്റ് UAE ടൈം 4:30 ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഞാൻ അത് കഴിയുമ്പോൾ എനിക്ക് പരമാവധി ഞാനത് ഇടാൻ നോക്കും. ഈ കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്, ട്രെയിലറിൽ കാണാൻ പറ്റുന്നത്, ഇന്ദ്രജിത്തിന് നല്ലൊരു റോൾ ഉണ്ടായിരിക്കും, പൃഥ്വിരാജിന് നല്ലൊരു റോൾ ഉണ്ടായിരിക്കും, മോഹൻലാലിന് ഓഫ് കോഴ്സ് ഒരു നല്ലൊരു റോൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നൈല ഉഷ അവർക്കും നല്ലൊരു റോൾ ഉണ്ടായിരിക്കും. എല്ലാവർക്കും തന്നെ നല്ലൊരു റോള് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ടോവിനെയാണ് ഇതിൻ്റെ അകത്ത് ഒരു വില്ലൻ കഥാപാത്രം എന്നെനിക്കൊരു പ്രഡിക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ദ്രജിത്തിന് നല്ലൊരു ജേർണലിസ്റ്റിൻ്റെ നല്ലൊരു സ്ഥാനം തന്നെ അതിനകത്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പഴയ എന്താ പറയുക, നമ്മളൊക്കെ ഉസ്താദ് പോലത്തെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് ഇതിനകത്ത് കണ്ടാൽ തന്നെ അറിയാം. നമുക്കത് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതിൻ്റെ വേറൊരു രൂപമായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞത്. ഏതായാലും 27 എന്നോടൊപ്പം നിങ്ങളും റിവ്യൂ ആസ്വദിക്കുക. ഞാൻ പടം കണ്ടിട്ട് പറയാം. കൂടുതൽ വിശേഷങ്ങളുമായി 27 വരെ കാത്തിരിക്കുക. ബൈ ബൈ. സൈനിങ് ഓഫ്, ശ്രീനിക്.